Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിലൂടെ ഫോട്ടോഷോപ്പ് ന്യൂറൽ ഫിൽറ്ററിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ ഫിൽറ്റർ യൂസ് ചെയ്ത് ഓൾഡ് ആൻഡ് ഡാമേജ്ഡ് ആയ ഫോട്ടോസിനെ റീസ്റ്റോർ ചെയ്യാനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകൾക്ക് കളർ ആഡ് ചെയ്യുന്നത് മുതൽ ലോ ക്വാളിറ്റി ഇമേജസിനെ എൻഹാൻസ് ചെയ്യുന്നത് വരെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ന്യൂറൽ ഫിൽറ്റർ യൂസ് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതാണ്. ഫോട്ടോഷോപ്പ് ന്യൂറൽ ഫിൽറ്റേഴ്സ് എങ്ങനെ യൂസ് ചെയ്യാം, ഈ ഫിൽറ്റർ യൂസ് ചെയ്ത് ഫോട്ടോസിനെ എങ്ങനെ റീസ്റ്റോർ ചെയ്യാം, എങ്ങനെ കളർ ആഡ് ചെയ്ത് എൻഹാൻസ് ചെയ്യാമെന്നെല്ലാം ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ആദ്യമായി ഈ ഒരു ഇമേജിലാണ് ഫോട്ടോഷോപ്പ് ന്യൂറൽ ഫിൽറ്റർ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലോ ക്വാളിറ്റി ഇമേജ് ആണെന്ന് ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു ഇമേജിലേക്ക് ന്യൂറൽ ഫിൽറ്റർ ആഡ് ചെയ്യുന്നതിനായി ഫോട്ടോഷോപ്പിന്റെ ഫിൽറ്റർ മെനുവിൽ ക്ലിക്ക് ചെയ്യാം. ന്യൂറൽ ഫിൽറ്റേഴ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇതിൽ കാണാവുന്നതാണ്. ഫോട്ടോഷോപ്പിന്റെ ലേറ്റസ്റ്റ് വേർഷൻസിലെല്ലാം ഈ ന്യൂറൽ ഫിൽറ്റേഴ്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിവിടെ ഒരു ന്യൂറൽ ഫിൽറ്റർ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. റൈറ്റ് സൈഡിൽ ന്യൂറൽ ഫിൽറ്റർ എന്ന ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയി ലഭിച്ചിരിക്കുകയാണ്. ഇതിൽ 13 ഫിൽറ്റേഴ്സ് ഇവിടെ കാണാവുന്നതാണ്. നമ്മൾ ഈ ഒരു ഫിൽറ്റേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫോട്ടോ റീസ്റ്റോർ എന്ന ഈ ഒരു ഫിൽറ്ററാണ് ഇതിൽ നിന്നും ക്ലിക്ക് ചെയ്ത് ആക്സസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫിൽറ്ററിനെ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഈ ഒരു ഫിൽറ്റർ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ ഡൗൺലോഡ് എന്ന ഒരു ഓപ്ഷൻ ഇതിൽ കാണാവുന്നതാണ്. ആദ്യമായാണ് ഈ ഒരു ഫോട്ടോഷോപ്പ് ഫിൽറ്റർ നമ്മൾ ആക്സസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ഡൗൺലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. വളരെ ക്വിക്കായി തന്നെ നമുക്ക് ഈ ഒരു ഫിൽറ്റേഴ്സിനെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു ഫിൽറ്റർ ഫോട്ടോ റീസ്റ്റോറേഷൻ എന്ന മോഡിൽ ആക്റ്റീവ് ആയിരിക്കുകയാണ്. താഴെ പ്രോസസ്സിംഗ് എന്ന ഒരു ഓപ്ഷനും ഇതിൽ കാണാവുന്നതാണ്. ഈ ഒരു ഇമേജ് ഇതിൽ എൻഹാൻസ് ആയതായി ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു ഐക്കണിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിന്റെ ഒറിജിനൽ റീസ്റ്റോർഡ് വേർഷൻ ഇതുപോലെ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡീറ്റെയിലുകൾ ബ്ലറായ ഈ ഒരു ഇമേജിൽ നിന്നും വളരെ ഷാർപ്പായ ഒരു ഇമേജായി ഇതിൽ മാറിയിരിക്കുകയാണ്. വളരെ വലിയ ചേഞ്ചാണ് ഫോട്ടോ റീസ്റ്റോറേഷൻ എന്ന ഈ ഒരു ഫിൽറ്റർ നമ്മൾ ആഡ് ചെയ്തപ്പോൾ ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഇനിയൊരു ഫിൽറ്ററിനെ കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി ഈ ഒരു ഫിൽറ്റർ വിൻഡോയിൽ ഫോട്ടോ എൻഹാൻസ്മെന്റ്, എൻഹാൻസ് ഫേസ്, സ്ക്രാച്ച് റിഡക്ഷൻ തുടങ്ങിയ ഓപ്ഷനുകൾ നമുക്കിതിൽ കാണാവുന്നതാണ്. നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഇമേജസിൽ ഒരുപാട് സ്ക്രാച്ചുകൾ ഉണ്ടെങ്കിൽ ആ സ്ക്രാച്ചസിനെ റിമൂവ് ചെയ്യുന്നതിനായി സ്ക്രാച്ച് റിഡക്ഷൻ എന്ന ഈ ഒരു ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ നമ്മുടെ ഫോട്ടോയിലുള്ള അനാവശ്യമായ സ്ക്രാച്ചുകൾ വളരെ ക്വിക്കായി റിമൂവ് ആകുന്നതാണ്. എൻഹാൻസ് ഫേസ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്ത ഇമേജിലുള്ള ഫേസിനെ കൂടുതൽ എൻഹാൻസ് ചെയ്ത് റീസ്റ്റോർ ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു ഇമേജിനെ കൂടുതൽ സൂം ഔട്ട് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഫോട്ടോ റീസ്റ്റോറേഷൻ എന്ന ഈ ഒരു ഫിൽറ്റർ യൂസ് ചെയ്യുന്നതിലൂടെ ഈ ഒരു ഇമേജിനെ ഒരുപാട് എൻഹാൻസ് ചെയ്തതായി നമുക്കിതിൽ കാണാവുന്നതാണ്. അടുത്തതായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയ ഈ ഒരു ഇമേജിൽ കളർ ആഡ് ചെയ്യുന്നതിനായി കളറൈസ് എന്ന ഈ ഒരു ഫിൽറ്റർ ഇതിൽ കാണാവുന്നതാണ്. ഈ ഒരു ഫിൽറ്ററും നമുക്ക് ആദ്യമായി ഇതിൽ ആക്സസ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഫിൽറ്ററിനെയും ഇതിലേക്ക് ഡൗൺലോഡ് ചെയ്ത് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു ഫിൽറ്ററിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്തപ്പോൾ വളരെ ക്വിക്കായി ഈ ഒരു ഫിൽറ്റർ ഇതിൽ ഡൗൺലോഡ് ആകുന്നതായി നമുക്കിവിടെ കാണാവുന്നതാണ്. നമ്മൾ ഇതിൽ ഫിൽറ്റേഴ്സിനെ ഒരു പ്രാവശ്യം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ക്ലിക്കിൽ ഏതൊരു ഇമേജിലും പിന്നീട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് കളറൈസ് എന്ന ഈ ഒരു ഫിൽറ്റർ ആഡ് ചെയ്തപ്പോൾ കളർഫുൾ ആയ ഒരു ഇമേജായി ഇതിൽ ലഭിച്ചിരിക്കുകയാണ്. ഇനി കൂടുതൽ അഡ്ജസ്റ്റ്മെന്റുകൾക്കായി സാച്ചുറേഷൻ, റെഡ്, ഗ്രീൻ, ബ്ലൂ തുടങ്ങിയ കളർ ചാനലുകൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇമേജിൽ കളർ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് ലോ ക്വാളിറ്റി ആയ ഒരു ഇമേജിനെ എൻഹാൻസ് ചെയ്ത് അതിൽ നമ്മൾ കളർ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കളേഴ്സിനെ അപ്ഡേറ്റ് ചെയ്ത ശേഷം ഓക്കെ എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ വളരെ ക്വിക്കായി ഏതൊരു ഇമേജിലും ഈ ന്യൂറൽ ഫിൽറ്റേഴ്സ് ആഡ് ചെയ്ത് ഫോട്ടോസിനെ റീസ്റ്റോർ ചെയ്യാനും അതിനെ കളറൈസ് ചെയ്ത്
സെറ്റ് ചെയ്യാനും ഈ ന്യൂറൽ ഫിൽറ്ററിലൂടെ സാധിക്കുന്നതാണ്. ഈ ഔട്ട്പുട്ട് എന്ന ഓപ്ഷനിൽ ന്യൂ ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത് ഇതിൽ ഓക്കെ പ്രസ് ചെയ്യാം. ഇവിടെ നമ്മൾ റീസ്റ്റോർ ചെയ്ത ഇമേജ് ഒരു ന്യൂ ഡോക്യുമെൻ്റായി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു ഇമേജിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ചെക്ക് ചെയ്യുന്നതിനായി ഫോട്ടോഷോപ്പിൻ്റെ വിൻഡോ എന്ന മെനുവിൽ അറേഞ്ച് എന്ന ഓപ്ഷനിൽ നിന്നും ടു അപ്പ് വെർട്ടിക്കൽ എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. ഇതുപോലെ നമ്മുടെ ഒറിജിനൽ ഇമേജസിനെയും നമ്മൾ റീസ്റ്റോർ ചെയ്ത ഇമേജിനെയും കമ്പയർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു ഇമേജിനെ വളരെ ഡീറ്റെയിൽ ആയി എൻഹാൻസ് ചെയ്ത് കളർ ആഡ് ചെയ്തിരിക്കുകയാണ്. അടുത്തതായി ന്യൂറൽ ഫിൽറ്ററിൽ സ്കിൻ സ്മൂത്തിങ് എന്ന ഈ ഒരു ഫിൽറ്ററാണ്. നമുക്ക് ഈ ഒരു ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ബ്ലർ, സ്മൂത്ത്നെസ് എന്ന 2 ഓപ്ഷൻസ് ഇവിടെ കാണാവുന്നതാണ്. വളരെ ക്വിക്കായി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഏതൊരു ഇമേജിനെയും സ്മൂത്ത് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഇമേജിന്റെ ഒറിജിനൽ ആൻഡ് ന്യൂ വെർഷൻ ഇതുപോലെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സ്കിന്നിലുള്ള ഇംപെർഫെക്ഷൻസിനെ ക്ലിയർ ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. അടുത്തതായി ഫേഷ്യൽ എക്സ്പ്രഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള സ്മാർട്ട് പോർട്രേറ്റ് എന്ന ഈ ഒരു ഫിൽറ്ററാണ്. നമുക്ക് ഈ ഒരു ഫിൽറ്ററിനെ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ആക്സസ് ചെയ്യാം. ഈ ഫിൽറ്റർ ഓപ്പൺ ചെയ്തപ്പോൾ ഫീച്ചർഡ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ഇവിടെ ബി ഹാപ്പി, ഫേഷ്യൽ ഏജ്, ഹെയർ തിക്നെസ്, ഐ ഡയറക്ഷൻ തുടങ്ങിയ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാവുന്നതാണ്. എക്സ്പ്രഷൻസ് എന്ന ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം. ഇവിടെ സർപ്രൈസ്, ആങ്കർ തുടങ്ങിയ ഓപ്ഷനുകളാണ് നമ്മളിവിടെ കാണുന്നത്. ആദ്യമായി ഫീച്ചർ എന്ന ഈ ഒരു ഓപ്ഷനിൽ നിന്നും ബി ഹാപ്പി എന്ന ഈ ഒരു സെക്ഷനിൽ റൈറ്റ് സൈഡിലേക്ക് നമുക്കിതിനെ സ്ലൈഡ് ചെയ്യാം. ഇവിടെ ഒരു ഇമേജിൽ ഈ ഒരു എക്സ്പ്രഷൻ ചേഞ്ച് ആയതായി നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ ഒരു ഇമേജിൽ ഇതുപോലെ ബിഫോർ ആൻഡ് ആഫ്റ്റർ നമുക്കിവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. എക്സ്പ്രഷൻസിൽ ഒരു വലിയ ചേഞ്ച് ആണ് നമ്മളിവിടെ കാണുന്നത്. ഇതുപോലെ സർപ്രൈസ്, ആങ്കർ തുടങ്ങിയ എക്സ്പ്രഷനുകളും നമുക്കിതിൽ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഈ ഒരു ഫിൽറ്ററിലുള്ള ഫേഷ്യൽ ഏജ് എന്ന ഈ ഒരു ഓപ്ഷനാണ്. ഈ ഓപ്ഷനിൽ ലെഫ്റ്റിലേക്ക് സ്ലൈഡ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഫേഷ്യൽ ഏജിനെ ഒരു പരിധി വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ബിഫോർ, ആഫ്റ്റർ നമുക്കിവിടെ കാണാവുന്നതാണ്. ഫോട്ടോഷോപ്പ് ന്യൂറൽ ഫിൽറ്ററിലെ ഇമ്പോർട്ടൻറ്റ് ഫിൽറ്റേഴ്സ് ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ വളരെ ക്വിക്കായി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഓൾഡ് ആൻഡ് ഡാമേജ്ഡ് ആയ ഇമേജസിനെ റീസ്റ്റോർ ചെയ്യാനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയ ഇമേജുകളെ കളർ ആഡ് ചെയ്യാനും ലോ ക്വാളിറ്റി ഇമേജസിനെ എൻഹാൻസ് ചെയ്യുന്നതിനും ഇമേജുകളിൽ ഫേഷ്യൽ എക്സ്പ്രഷൻസിനെ ക്വിക്കായി കൺട്രോൾ ചെയ്യുന്നതിനുമായി ന്യൂറൽ ഫിൽറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.